എല്ലാവർക്കും നമസ്കാരമുണ്ട്. കഴിഞ്ഞ ആഴ്ച കേരളത്തിലെ കാസർഗോഡ് പടന്നക്കാട് നിന്ന് ഒരു ബംഗ്ലാദേശി ഭീകരനെ അറസ്റ്റ് ചെയ്തു. MP ഷാദ് ഷേഖ് എന്നാണ് അയാളുടെ പേര്. നമസ്കാരം മാന്യപ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. നമ്മൾ വലിയൊരു ഉദ്യമം ഏറ്റെടുത്തത് കൊണ്ടാണ് ഈ ഒരു അഭ്യർത്ഥന നിങ്ങൾക്ക് മുൻപിൽ വെക്കുന്നത്. മറ്റൊന്നുമല്ല, SDPI പോപ്പുലർ ഫ്രണ്ട് മത ഭീകര സംഘടനകൾ നമ്മുടെ ഒരു സംഘപ്രവർത്തകനെതിരെ കള്ളക്കേസ് ചുമത്തിക്കൊണ്ട് ഒരുപാട് വർഷങ്ങളോളം ജയിൽ ശിക്ഷ കിട്ടാവുന്ന, ഒരു പക്ഷേ ആജീവനാന്തകാലം ജയിൽ ശിക്ഷ കിട്ടാവുന്ന ഒരു കുറ്റത്തിലേക്ക് വ്യാജപ്രതിയായി ചേർത്തുകൊണ്ട് നടത്തിയ വലിയൊരു ആസൂത്രണം, അതിനെതിരെ നിയമപരമായിട്ട് പോരാടാൻ വേണ്ടി നമ്മുടെ സംഘ സഹോദരനെ സാമ്പത്തികമായിട്ട് വലിയൊരു ബാധ്യത വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും സഹായിക്കേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു അപേക്ഷയ്ക്ക് വേണ്ടി മാത്രമാണ് എല്ലാ വീഡിയോയിലും ഞാൻ കുറെ നാളുകളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം അതിന്റെ വലിയൊരു ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുത്തിരിക്കുകയാണ്. ഇനി ഇതിന്റെ വിശദ വിവരങ്ങൾ, അതായത് കൂടുതൽ വിവരങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ടൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓരോ വീഡിയോയുടെയും ആദ്യ കമന്റ് നിങ്ങളൊന്ന് പരിശോധിക്കുക. അതിൽ പിൻ ചെയ്ത് വെച്ചിട്ടുള്ള ആ കമന്റിൽ ഒരു ലിങ്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് മുൻപ് നമ്മൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ചെയ്ത വീഡിയോ ആണ്. ഞാനും ജാമിദ ടീച്ചറും കൂടി ചെയ്ത വീഡിയോ ആണ്. അതുകൊണ്ട് പരമാവധി എല്ലാവരും അവരവരാൽ കഴിയുന്ന രീതിയിൽ നമ്മുടെ സംഘ സഹോദരനെ സഹായിക്കുക. അതിന് വേണ്ടിയിട്ടുള്ള അക്കൗണ്ട് ഡീറ്റെയിൽസും അതുപോലെ ഗൂഗിൾ പേ നമ്പറുകളും എല്ലാം ഇതിൽ വ്യത്യസ്ത സ്ഥലങ്ങളിൽ കൊടുത്തിട്ടുണ്ട്. മാക്സിമം ആളുകൾ സഹകരിക്കുക, സഹായിക്കുക എന്നൊരു അപേക്ഷ വയ്ക്കുകയാണ്. നന്ദി, നമസ്കാരം. ഇയാൾ അൻസറുള്ള ബംഗ്ലാ ടീം എന്ന ഒരു സംഘടനയുടെ സജീവ പ്രവർത്തകനാണ്. ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് അൻസറുള്ള ബംഗ്ലാ ടീം എന്ന ABT. ഈ ABT അൽ ഖ്വയ്ദയുടെ സ്ലീപ്പർ സെല്ലാണ് എന്നാണ് അന്വേഷണ ടീമിന്റെ കണ്ടെത്തൽ. ഈ ABTയുടെ ലക്ഷ്യം പശ്ചിമ ബംഗാളിലെ സിലിഗുരി കോറിഡോർ കേന്ദ്രീകരിച്ച് ഒരു പ്രത്യേക മതരാജ്യം, വടക്ക് കിഴക്കുള്ള 7 സംസ്ഥാനങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു പ്രത്യേക മതരാജ്യം ഉണ്ടാക്കാനുള്ള ലക്ഷ്യമാണ് ഈ അൻസറുള്ള ബംഗ്ലാ ടീം എന്ന സംഘടനയ്ക്കുള്ളത്. ഇതിൻ്റെ തലവൻ, ഇതിൻ്റെ ടീം കമാൻഡർ എന്ന് പറയുന്നത് ഫർഹാൻ ഇസ്ഹാഖ് എന്ന ആളാണ്. ഇയാളാണ് ഈ ഷാദ് ഷെയ്ഖിനെ ഭാരതത്തിലേക്ക് ഈ ഒരു ലക്ഷ്യം നിയോഗിച്ച് പറഞ്ഞയച്ചിരിക്കുന്നത്. അങ്ങനെ ഇയാൾ ഭാരതത്തിലെത്തി അസമിലാണ് പ്രവർത്തനം തുടങ്ങുന്നത്. അവിടെ പലവിധ അട്ടിമറി പ്രവർത്തനങ്ങളും വിധ്വംസക പ്രവർത്തനങ്ങളൊക്കെ നടത്തി, ബോംബ് സ്ഫോടനങ്ങളൊക്കെ ആ കേസിലൊക്കെ പ്രതിയായി UAPA ചുമത്തപ്പെട്ട് അങ്ങനെയാണ് കേരളത്തിലേക്ക് മുങ്ങുന്നത്. കേരളം പിന്നെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് ഒളിച്ചു പ്രവർത്തിക്കാനൊക്കെ നല്ലൊരു മണ്ണാണെന്ന് അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ടാവും. അങ്ങനെ 2018 മുതൽ കാസർഗോഡ് ഉദുമയിൽ ഇയാളുണ്ട്. ഉദുമയിലെ ബാങ്കിൽ അക്കൗണ്ട് എടുത്തിട്ടുണ്ട്. ബാങ്ക് ഓഫ് ബറോഡയിൽ അക്കൗണ്ട് എടുക്കാൻ ഇയാൾക്ക് കേരളത്തിൽ നിന്നും സഹായമുണ്ടായിട്ടുണ്ട്. ആരെങ്കിലുമൊക്കെ പരിചയപ്പെടുത്താതെ ഒന്നും അക്കൗണ്ട് കിട്ടില്ലല്ലോ. അങ്ങനെ ഇയാൾ ഉദുമയിലും മറ്റു പല സ്ഥലങ്ങളിലൊക്കെ ജോലി ചെയ്ത് ജീവിക്കുകയായിരുന്നു. അങ്ങനെയാണ് കഴിഞ്ഞ ആഴ്ച പടന്നക്കാട് എന്ന സ്ഥലത്ത് നിന്ന് അറസ്റ്റിലായത്. അറസ്റ്റിലാവാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇയാൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ തുടങ്ങി എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. അപ്പോൾ ചിന്തിക്കൂ, അങ്ങനെയൊന്നും ഉപയോഗിക്കാതെ, ആരുടെയും കണ്ണിൽപ്പെടാതെ ആരെങ്കിലുമൊക്കെ നമുക്ക് ചുറ്റുമുണ്ടോ എന്നുള്ളത് ആർക്കറിയാം. പലവിധ ഉപകരണങ്ങളും മറ്റും ജിഹാദിനെ സംബന്ധിക്കുന്ന പുസ്തകങ്ങളും ഉപകരണങ്ങളും മറ്റ് സാങ്കേതിക തെളിവുകളുമൊക്കെ അന്വേഷണ ടീമിന് കിട്ടിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവര് ഈ പൊറോട്ട അടി അല്ലെങ്കിൽ പെയിന്റിങ്, തേപ്പ് പണിയൊക്കെ കഴിഞ്ഞു പോയിട്ടുള്ള സമയത്ത് ഇത്തരം പ്രവർത്തനങ്ങളാണ് ഇവർ നടത്തുന്നത്. അങ്ങനെ ഈ ബംഗ്ലാദേശ്, കേരളം, അസം എന്ന സംസ്ഥാനങ്ങളിലൊക്കെയും ഈ അസമിൻ്റെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് ഉണ്ട്. ഈ തീവ്രവാദ ടീമിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയുള്ള ഓപ്പറേഷൻ പ്രഗത് എന്ന ഒരു ഓപ്പറേഷനിലൂടെ ഈ തീവ്രവാദ ടീമിനെ പിടിക്കാൻ നിയോഗിക്കപ്പെട്ട ടാസ്ക് ഫോഴ്സ് ഈ 3 സംസ്ഥാനങ്ങളിലും ഒരേ സമയം നടത്തിയ പ്രവർത്തനങ്ങളിലൂടെ, ഓപ്പറേഷനിലൂടെയാണ് 8 അംഗങ്ങളെ അറസ്റ്റ് ചെയ്തത്. അത് ഈ ബംഗ്ലാദേശിൽ നിന്നുള്ള പൗരൻ മാത്രമല്ല, അസമിൽ നിന്നും ബംഗാളിൽ നിന്നുമുള്ള മറ്റു ചിലരുമുണ്ട്. അത് അബ്ബാസ് അലി, മിനറുൽ ഷെയ്ഖ്, പിന്നെ അസമിൽ നിന്നുള്ള നൂറുൽ ഇസ്ലാം മണ്ഡൽ, അബ്ദുൽ കരീം മണ്ഡൽ, മുജിബുർ റഹ്മാൻ, ഹമീദുൽ ഇസ്ലാം, ഇനാമുൽ ഹോക്ക്, അങ്ങനെ പലരും ഉണ്ട്. ഇവരെയൊക്കെ കൂട്ടുകൂട്ടി വിധ്വംസക പ്രവർത്തനങ്ങൾ, അട്ടിമറി, അക്രമ പ്രവർത്തനങ്ങൾ ഒക്കെ നടത്തുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം.
അപ്പോൾ ഈ ഒരു പ്രവർത്തനങ്ങളിലേക്ക് മത തീവ്രവാദത്തിന്റെ പ്രവർത്തനങ്ങളിലേക്ക് ചായ്വുള്ളവരെ കണ്ടെത്തി അവരെ റിക്രൂട്ട് ചെയ്ത് രഹസ്യ യൂണിറ്റുകൾ ഉണ്ടാക്കി കേരളത്തിലും ഭാരതത്തിലും മറ്റു പല സ്ഥലങ്ങളിലും അക്രമ പ്രവർത്തനങ്ങൾ, വർഗീയ ലഹളകൾ ഒക്കെ ഉണ്ടാക്കുക, RSS ഹൈന്ദവ നേതാക്കളെയൊക്കെ ലക്ഷ്യം വെച്ച് അവരെ അപകടപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങൾ നടത്തുക, ഇതൊക്കെയാണ് ഈ സംഘടനയുടെ ലക്ഷ്യം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് അൽ ഖ്വയ്ദയുടെ സ്ലീപ്പർ ടീമുകളാണ്, സ്ലീപ്പർ സെല്ലുകളാണ്. അപ്പൊ ഇനി നമുക്ക് ചുറ്റും ഒന്ന് നോക്കൂ. നമുക്ക് ചുറ്റും എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലും അവിടെല്ലാം അതിഥി തൊഴിലാളികൾ മാത്രം. കമ്മ്യൂണിസം കൊണ്ട് ബംഗാളിൽ നിന്ന് കുത്തുവാളയെടുത്ത് പൊറുതിമുട്ടി ദാരിദ്ര്യം കൊണ്ട് കേരളത്തിൽ വന്ന് മാനമര്യാദയ്ക്ക് പണിയെടുക്കുന്ന പാവം ബംഗാളി സഹോദരന്മാരെയോ ആസാമിലെ സഹോദരന്മാരെയോ അല്ല ഞാൻ പറയുന്നത്. ഇത്തരം പ്രവർത്തനങ്ങൾ നടത്താൻ പണിയെടുക്കുന്നതിൻ്റെ മറവിൽ വന്ന് ഇത്തരം ഭീകരപ്രവർത്തനങ്ങൾ നടത്തുന്നവരെ കണ്ടെത്താൻ ഇവിടെ സംവിധാനമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. നമുക്ക് ചുറ്റും തന്നെ നമ്മുടെ വീടുകൾക്ക് അടുത്തുള്ള വാടക വീടുകളിൽ താമസിക്കുന്ന അന്യസംസ്ഥാന തൊഴിലാളികളുണ്ട്. അവരിൽ എത്ര പേർ ഭാരത പൗരന്മാരാണോ അല്ലയോ എന്ന് നമുക്ക് എങ്ങനെ അറിയാൻ കഴിയും? എന്ത് പ്രവർത്തനത്തിന് വന്നിരിക്കുന്നു എന്ന് നമുക്ക് അറിയാൻ കഴിയുമോ? ഒരു പർദ്ദയുടെ മറവിൽ അവർ സഞ്ചരിച്ചാൽ നാം എങ്ങനെ മനസ്സിലാക്കാനാണ്? എന്താണ് ഇവരുടെ കയ്യിലുള്ളതെന്ന് പോലും നമുക്ക് കാണാൻ കഴിയുകയില്ല. ഇവർക്ക് ഒറിജിനലിനെ വെല്ലുന്ന ID കാർഡും ആധാർ കാർഡും ഒക്കെ ഉണ്ട് എന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. അതും ഭാരതത്തിൽ നിന്ന് തന്നെ സംഘടിപ്പിച്ചു കൊടുക്കാൻ ഇവിടുത്തെ രാഷ്ട്രീയ കോമാളികൾ ഉണ്ടാവും. അവർക്ക് പണം കിട്ടിയാൽ മതി. വോട്ട് ബാങ്ക് ഉണ്ടാക്കാൻ വേണ്ടി കേരളത്തിൽ തന്നെ ഒരന്വേഷണവുമില്ലാതെ റേഷൻ കാർഡും ID-യും ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്നതിനെ പറ്റി നാം മുമ്പ് കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നിയമ സംവിധാനങ്ങൾ കണ്ണു തുറക്കണ്ടേ? നമ്മുടെ ഇവിടെ ജീവിക്കുന്ന മലയാളികൾക്ക് സുരക്ഷിതത്വം വേണ്ടേ? നമ്മൾ ഇതിനു മുമ്പും കണ്ടിട്ടുള്ളതാണ്. ജിഷയുടെ കൊലപാതകം മുതൽ പല വിധത്തിലുള്ള അന്യസംസ്ഥാന തൊഴിലാളികളുടെ ക്രൂരമായ പ്രവൃത്തികൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അങ്ങനെയുള്ളപ്പോൾ കൃത്യമായ കർശനമായ നിയമങ്ങൾ ഈ തൊഴിലാളികളെ കൊണ്ടുവരുന്നതിന് വേണ്ടേ? സംസ്ഥാനം അത് നടത്തുന്നുണ്ടോ? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അത് നടത്തുന്നുണ്ടോ? പോലീസ് ഫോഴ്സ് ഇവർ അന്യസംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്നിടത്ത് ഏതെങ്കിലും വിധത്തിലുള്ള പരിശോധന നടത്തുകയോ ID എല്ലാം പരിശോധിക്കുകയോ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇവരെ കൊണ്ടുവരുന്ന കരാറുകാർക്ക് എന്തെങ്കിലും ഉത്തരവാദിത്തമുണ്ടോ? അപ്പോൾ നമുക്ക് ചുറ്റും മുമ്പിലും പിന്നിലും ഇടത്തും വലത്തും ഒക്കെ ജീവിക്കുന്ന മനുഷ്യർ ആരാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ എന്നുള്ളതാണ് വാസ്തവം. അങ്ങനെയൊരു അരക്ഷിതാവസ്ഥയിലാണ് കേരളത്തിൽ ഇപ്പോൾ മലയാളി ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം സംസ്ഥാനം പറയുന്നത് ഞങ്ങളൊരു പരിശോധനയും നടത്തുകയില്ല, ഇവിടെ നിന്നും ആരെയും പുറത്താക്കുകയില്ല. നമ്മൾ കേട്ടതാണ് പൗരത്വ ബില്ലിന്റെ ആ ഒരു ബഹളം നടക്കുന്ന സമയത്ത് കേരള ഗവൺമെന്റ് പറയുന്ന നാം കേട്ടതാണ്, ഞങ്ങൾ ആരെയും പരിശോധിക്കുകയില്ല, പുറത്താക്കുകയില്ല. ഒരു ഭരണ സംവിധാനം പറയേണ്ടതാണോ അത്? ഇവിടെ കയറി വരുന്നവർ ഭീകരവാദി അല്ല എന്ന് ആർക്ക് പറയാൻ പറ്റും?